ആൺകുട്ടി മടിയിൽ വന്ന് അന്നെ തലപിടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കള്ളസമാധിയൊക്കെ ഉണ്ടാക്കണം. ഭയങ്കര രസമായിട്ട് നേരം പോകണം. അതിന് വേണ്ടിയില്ല കണ്ണടച്ചങ്ങനെ ഇരിക്കുക. നമ്മളോ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയും കരുണരാജകുമാരോ വിവിധ രുചിര ദർശനീയ വിനോദയ അസന്തോഷം എല്ലാ ദുഃഖങ്ങളൊക്കെ തീർത്തു തരുന്ന ഇവനാണ്, എൻ്റെ മകൻ തന്നെയാണ് ഇവൻ എന്നുള്ള രീതിയിലായി ചിലപ്പോൾ ഇങ്ങനെ പറയുമോ ഇതിൻ്റെയൊക്കെ മണ്ണിലൊക്കെ ഈ മാൻകിടാവിൻ്റെ പാദം പതിഞ്ഞു കിടപ്പുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താവും, ഈ മണ്ണ് യാഗഭൂമിയായി കഴിഞ്ഞു. അങ്ങനെയാണ് കൃഷ്ണമൃഗത്തിൻ്റെ പാദസ്പർശമുള്ള മണ്ണാണ് യാഗത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഇപ്പം എൻ്റെ ആശ്രമത്തിൻ്റെ മുറ്റം പവിത്രമായിട്ടോ ഈ കൊച്ചു മാൻകുട്ടി കാരണം എന്നിങ്ങനെ കൊച്ചക്കുട്ടിയെ പറ്റി പറയണ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചന്ദ്രനോടൊക്കെ പ്രേരിപ്പം കിടക്കുക. അപ്പം ചന്ദ്രോദയത്തിൻ്റെ സമയത്തൊക്കെ അപ്പം ചന്ദ്രനോട് പറയും കേട്ടോ എൻ്റെ മടിയിലുണ്ട് മാൻകുട്ടി എന്നൊക്കെ പറയും. ശശാങ്കനാണല്ലോ ചന്ദ്രൻ, ഞാനൊക്കെ ശശാങ്കനായി കഴിഞ്ഞു. രസകരമായ കാര്യങ്ങൾ. അങ്ങനെ ഏവ മധുരമാണ് മനോദതാകുലകൃതയോ മൃഗദാരകാമാസേന സ്വാരബ്ധകർമ്മണായുഗാരംഭണതോ വിഭ്രംശിത. അദ്ദേഹമായ യുഗതാപസ്ഥനായിരുന്നു. അദ്ദേഹം പൂജ മറന്നു പോകുമായിരുന്നു. ഭക്തി കൊണ്ട് എപ്പോഴും പൂജ മറന്നു പോകും. അത് ഈ മാൻകുട്ടിയെ കണ്ടിരുന്നു മാത്രമാണ്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തായാലും ഗാർഭകപോഷണ പാലന പ്രീണലാളനാനുഷംഗേന കൃഷ്ണമൃഗത്തിന് പെട്ടുപോയി. കൃഷ്ണ ഭഗവാനിന് പെട്ടിരുന്ന അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനുള്ള ആകർഷണം കൃഷ്ണമൃഗത്തിലായിത്തീർന്നു. അവസാന കാലം കാലക്കരാളരഹസാപദ്യത. ഏറ്റവും വലിയ ഈശ്വരൻ്റെ നമുക്ക് എല്ലാത്തിനും നിഷേധിക്കാം. വിഗ്രഹങ്ങളിൽ ഈശ്വരനില്ല, പുസ്തകങ്ങളില്ല, അമ്പലങ്ങളില്ല, എല്ലാം നമുക്ക് നിഷേധിക്കാൻ പറ്റും. പക്ഷെ നിഷേധിക്കാൻ പറ്റാത്ത ഈശ്വരനാണ് കാലം. എന്താ ഈ ഇപ്പം ഇങ്ങനെ ഇതെന്താ ഇപ്പം ഇങ്ങനെ ഒരവസ്ഥ? ഇന്നലെ സിംഹാസനത്തിൽ ഇരുന്ന ആളാണല്ലോ തോളിൽ മാറാപ്പ് കയറ്റുന്നതും അത് കാലമാണ്. നാളെ ജയിലിൽ കിടക്കുന്ന ആളല്ലേ. കാലത്തിനൊക്കെ ശക്തിയില്ലേ? അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. കാലമാണ്. കാലം കാണിച്ച് ഞാൻ എങ്ങനെയുള്ള ആളാണ് എന്നുള്ളത് സുരുചിയുടെ കഥയിലുണ്ടല്ലേ, ഞാൻ മഹാറാണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പോയി അവസാനം. അങ്ങനെയല്ല. അപ്പം നമ്മൾ ആരാണ്, നമ്മുടെ മഹത്വം എന്താണെന്നുള്ളത് നമ്മുടെ പത്രം ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ആളുകളും വേണ്ട. കാലം കാണിച്ചു തരും. കാലക്കരാളരഹസാവദ്യതാവലാനീമീ. ആ സമയത്ത് ഇദ്ദേഹം എന്തായി? പാർശ്വവർദ്ധനം ആത്മജനം കുട്ടിയെപ്പോലെ അടുത്തു വന്നിങ്ങനെ കറിയാം. ഈ മാനെ പോവെന്ന കണ്ണ് മനസ്സിലായി. അപ്പോൾ ആ മാനിനെ ഇങ്ങനെ നോക്കി അതിൻ്റെ ആ ദീനമായ മുഖത്തേക്ക് നോക്കി 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 അദ്ദേഹം മൃഗം ആ കളയബലം ഉപേക്ഷിച്ചിട്ട് ഇതരവന് മൃഗശരീരമവാപ്പ. അദ്ദേഹം ഒരു മാൻകിടാവായി ജനിച്ചു. ആ ജനിച്ചപ്പോഴേ കാര്യം. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം രോഗഭ്രഷ്ടമായി കഴിഞ്ഞു. എങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ, മുൻകുട്ടിയെ വളർത്തിയതാണല്ലോ. അപ്പം ഇതിനാണ് ഈ ജന്തുവിനെയൊക്കെ പട്ടിയും പൂച്ചയൊക്കെ തേജസ്സിനെയും ഒക്കെ വളർത്തിക്കൊണ്ട് പോകണേ. അതിന് വേണ്ടിയിട്ട് നമ്മളെ കണ്ടുകൊണ്ട് അത് മരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ ഈ മാൻകുട്ടിയാണ് ജനിച്ച് മരിച്ചിടം രഘുഗണനായിട്ട് വരുന്നത്. അതിനാണ് വീട്ടിൽ ധാരാളം ചോറ് കൊടുക്കണം, കാപ്പിക്കും പൂച്ചയ്ക്കും വേലക്കാരനും ഒക്കെ കൊടുക്കണം നമ്മുടെ ആഹാരം. അപ്പം അവർക്കൊക്കെ നാരദൻ്റെ കഥകളൊക്കെ പറയുന്നത് ആ ഉച്ഛിഷ്ടം ഭുജിച്ച് അവർക്ക് നമ്മളെ ഒരു സ്നേഹം, ആ സ്പർശത്തിനൊക്കെ അവർ പോകണം. മനുഷ്യൻ്റെ അങ്ങനെ ഒരു മനുഷ്യനായിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോരോ നമ്മൾ സത്സംഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പമ്പതാമതോ ഒക്കെ അവരെ രീതിയിലെടുത്തു കഴിഞ്ഞ രീതിയിൽ നമസ്കരിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം നോക്കിയിരുന്ന മാൻകുട്ടിയായി ജനിച്ചപ്പോഴേ കാര്യം പിടികിട്ടി. അമ്മയുടെ മുലപ്പാൽ പോലും കുടിക്കാതെ എന്തിനാട്ടെ കഥ പറയും പോലെ ഈ മാൻകുട്ടി വാസുദേവേന്ദ്രന് ശ്രവണ മനന സങ്കീർത്തന ആരാധന അനുസ്മരണ അഭിയോഗേന അശ്വന്യമാന ഓരോ യാമങ്ങളിലും ആൺകുട്ടിയായപ്പോൾ അദ്ദേഹത്തിന് എളുപ്പമായി. ഒന്നും ചിന്തിക്കണ്ടത് അല്ലേ? ഒക്കെ പുല്ലും പറിക്കണ്ട, പൂക്കാനും പോകണ്ട, ഗായത്രിയും ജപിക്കണ്ട. ആ നദികൾ സ്ഥലങ്ങളിലൊക്കെ ചുറ്റി നടന്നു. എത്ര കാലം മാനിനോട് കൂടി ജീവിച്ചു അത്രയും കാലം അദ്ദേഹം മാനായി ജീവിച്ചിട്ട് ധാനഞ്ജലപ്രത്യാജകാണ്. അവസാനം സമയമായി കഴിഞ്ഞപ്പോൾ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഗംഗാ നദിയിലേക്ക് ചാടി. മൃഗശരീരം വ്യർത്ഥോദകസർജ ഭഗവാന്റെ സ്മരണയോടെ മരിച്ച അദ്ദേഹം പിന്നെ ഒരു വല്ല ബ്രാഹ്മണന്റെ പുറമേക്ക് ജനിച്ചു. അങ്കിരപ്രവരസ്യ ശമദമ തപസ്വാധ്യായ അധ്യയന ത്യാഗ സന്തോഷ ദീക്ഷാ പ്രശ്രയ വിദ്യ അനസൂയ ആത്മജ്ഞാന ആനന്ദയുക്തസ്യ. അങ്ങനെയുള്ള എന്താണെന്നല്ല മനസ്സിലായാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള കാര്യമില്ല.
അപ്പൊ അങ്ങനെ എല്ലാ മഹത്വങ്ങളോടും കൂടിയ ഒരു ബ്രാഹ്മണന്റെ പുത്രനായിട്ട് മിഥുനങ്ങളായിട്ട് ജനിച്ചു. നവസഹോദരി 50 സഹോദരന്മാരുടെ ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചത് രണ്ടും മിഥുനമായിട്ട് ജനിക്കുക. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. അതായിരുന്നു ഈ ഭരത. തസ്യാവ ആത്മജസ്യ. അപ്പൊ അച്ഛന് വലിയധികം സ്നേഹമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഗായത്രിയൊക്കെ ജയിപ്പിക്കാൻ നോക്കിയത്. ഓന്ന് പറഞ്ഞില്ല. ഇതിന്റെ അപ്പുറം കടന്നേ കഴിഞ്ഞിരിക്കണം. അതിന്റെ തിയറിയും പ്രാക്ടിക്കലും എല്ലാം കഴിഞ്ഞാണ്. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് ഇന്നിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക അല്ല വേണ്ടത്. ഉള്ളതാണ് ഞാൻ നമ്മുടെ അസംബ്ലിയിലുള്ള ഭയങ്കര സമയം അങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സമയം ആരോടും പറയാനുള്ളതല്ല. ഇതൊന്നും പറയാനുള്ളതല്ല. അതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതല്ല. വളരെയധികം കഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒരു പ്രണവം പോലും ഉച്ചരിക്കാൻ കഴിയാത്ത ഒരു പൊട്ടനെയാണല്ലോ എനിക്ക് മകനായി കിട്ടിയ സങ്കടത്തോടുകൂടി ശരീരം ഉപേക്ഷിച്ചു. വലിയ ശ്രീ സതി. അപ്പൊ ആ അമ്മയും ശരീരമാണ് ഉപേക്ഷിച്ചു. അദ്ദേഹത്തിനോട് കൂടി സതി അനുഷ്ഠിച്ചു പോയി. ഒരു ലോകത്തിങ്കിലേക്ക് പോയി. അപ്പൊ ഏകനായിത്തീർന്ന ഭരതൻ സ്വതന്ത്രനായി കഴിഞ്ഞത് ജന്മഗുരുവി സ്വയം ജഗനാണ് എന്ന് ഭാവിച്ചു. കാരണം കഴിഞ്ഞ ജന്മത്തിൽ മാന്യ സ്നേഹിച്ചിട്ടാണ് ഇത്രയും കഷ്ടപ്പാടും അതൊക്കെ മനസ്സിലാക്കി വെക്കണം. യുഗഭ്രഷ്ടന്മാരൊന്നുമായി പോവാതെയുണ്ട്. എന്തായാലും നമുക്ക് വാസന നടക്കുന്നതിന് അർത്ഥം കിട്ടുന്നില്ല. അങ്ങനെ അദ്ദേഹം വളരെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അപ്പോൾ നല്ല കലഹമൊക്കെ നടക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ പോയിരിക്കും. അതോടുകൂടി കലഹമൊക്കെ ശ്രീശുഖ ബ്രഹ്മർഷി വന്നേക്കുമാണ്. വെളിച്ചം വന്നേക്കാന്ന് പിന്നെ ഇരുട്ടൊക്കെ പോകണ പോലെ ആളുകളൊക്കെ തോന്നിയോ ഇത്രയും ശാന്തനായൊരു മനുഷ്യൻ നമ്മൾ എന്തിനാണ് ചലഹം ഉണ്ടാകുന്നത്. ശീതോഷ്ണ പാദവർഷ അതെല്ലാം ഇങ്ങനെ കാളയൊക്കെ പോലെ വിഷീന നല്ല തടിച്ചു കൊഴുത്ത് സുന്ദരമായിട്ട് ശരീരം. ആഹാരമൊന്നും കഴിക്കുന്നില്ല. നമ്മൾ കഴിച്ചപ്പോൾ കഷ്ടത്തിലിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പ്രാതൃഭിരവികേദാരകർമ്മണി. അപ്പൊ ആളുകളൊക്കെ അദ്ദേഹത്തിന് ആഹാരം കഴിച്ചു വന്നാൽ എന്ത് കൊടുത്താലും കഴിക്കുന്നത്. നമ്മൾ വേസ്റ്റായിട്ട് കളയാതെ വേസ്റ്റ് ബോക്സിൽ നിർത്തി കൊടുക്കും. അതെല്ലാം വരും. അത് തിന്നുമ്പോൾ അമൃത് പോലെയാവും. അദ്ദേഹത്തിന്റെ സ്പർശം പോലെ. അങ്ങനെ കൃഷ്ണരോഗങ്ങളുടെയൊക്കെ രോഗം വലിച്ചെടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അത് ബ്രഹ്മജ്ഞാനികളുടെ ഉമിനീരിന് വരെ ശക്തിയുണ്ട്. അപ്പൊ ആ ശക്തി കൊണ്ട് ഇതെല്ലാം അമൃതാക്കിയിട്ടാണ് അദ്ദേഹം കഴിക്കുക. അപ്പൊ ഇത് അറിഞ്ഞു ആളുകൾ. അപ്പൊ ചിലപ്പോ ഭാരമൊക്കെ ആണെങ്കിൽ ഇയാളുടെ തലയിൽ വെച്ചെടുത്ത് നടന്നു പോകണം കഴിക്കാൻ കൊടുക്കും യന്ത്രം പോലെ. അത് സഹോദരന്മാര് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ടൊരു ആടൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി. അദ്ദേഹം അത് നോക്കാറൊന്നുമില്ലെങ്കിലും ബ്രഹ്മജ്ഞാനിയുടെ ആ സാന്നിധ്യം കൊണ്ട് ധാരാളമായിട്ട് ഇടവുണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഒരു വലിയ പ്രമാണി ഋഷഭപതി എന്തായാലും ഒരു വലിയ കാട്ടാളപ്രമാണിയാണ്. അദ്ദേഹത്തിന് മക്കളില്ല. അപ്പൊ ആരോ പറഞ്ഞു നല്ല യോഗ്യനായ ഒരു ബ്രാഹ്മണനെ കുരുതി കൊടുക്കാൻ. അങ്ങനെ കൽക്കട്ടയിലൊക്കെ ഇപ്പോഴും ആടിനെ കുരുതി കൊടുക്കാൻ കണ്ടെന്ന് കേട്ടു. അങ്ങനെ ആ കൽക്കട്ട കാളിയുടെ മുമ്പിലൊക്കെ അതുപോലെ കാളിയുടെ ആ കാളിയാണെന്നാണ് പറയണത്. കൽക്കട്ട കാളി എവിടെയാണ് ഇത്ര ജനകരത്തിന്റെ കൊട്ടാനായിട്ട് കൊണ്ടുപോയത്. ആളുകൾ തന്നെ ഒരാളെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിരുന്നു. ഒരു പുരുഷ പശു അതിനെ ബന്ധിച്ചിട്ടിരുന്നു. പക്ഷെ അതിനെ കൊല്ലാനൊന്നും പറ്റില്ല. അതിനെ മുമ്പ് ചാടിപ്പി കുടിക്കാൻ പോയപ്പോഴൊക്കെ അവർ നീന്തി പോയി. പിന്നെ ഇവർക്ക് പേടി. അപ്പൊ ഈ ഭടന്മാരിങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ ഒരു കേദാരകർമ്മണി അവിടെ വീരാസനത്തിൽ ഒരാളങ്ങനെ ഇരിക്കുന്നു. വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോൾ യാതൊരു ദോഷമില്ലാത്ത ആളാണ്. കൊണ്ടുപോയി കുളിപ്പിച്ച് അദ്ദേഹത്തെ കണ്ട് കുളിക്കുന്നു. നല്ലൊരു പട്ടൊക്കെ ചുമന്ന പട്ടൊക്കെ ഒളിപ്പിച്ച് നീച്ച നല്ല വേഷം രക്തചന്ദനമൊക്കെ പൂശി ഹാപ്പു എന്നൊക്കെ ശബ്ദമൊക്കെ കേൾപ്പിച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂടിയ പുരുഷ പശുവിനെ ഭദ്രകാളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കടത്തി. കൃഷ്ണരാജപടി പുരുഷപശോരസൃദാസവേന ദേവിയും ഭദ്രകാളി ലക്ഷ്യമാണ്. അപ്പൊ അതിനായിട്ട് ഗോപരം വെളിച്ചപ്പാട് വാളുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ എന്തായി സർവഭൂത സുഹൃത എല്ലാവരുടെയും സുഹൃത്തായിരിക്കുന്ന ഈ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ചൂട്, ഇദ്ദേഹത്തിനെ വെട്ടാൻ പോകണമോ എന്നുള്ള അധർമ്മത്തിന്റെ ചൂട് ഇങ്ങനെ ഇരിക്കാൻ വയ്യാതെ കണ്ട് ബ്രഹ്മതേജസാദേവി നേരിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നാൽ എങ്ങനെ ഇരിക്കുക? ഒരു വിപ്ലവാത്മകമായ അവസ്ഥയാണ്. പാടിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതാണ് സജ്ജനങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞില്ലേ. അത് നമ്മൾ ആ ഭഗവാൻ തന്നെ വന്ന് നമ്മളെ രക്ഷിക്കും.
പരീക്ഷിത മഹാരാജാവിനോട് ശിവൻ പറയുന്നുണ്ട്, അങ്ങേ രക്ഷിച്ചതുപോലെ ഭദ്രകാളി ആരും പറയുവാൻ രക്ഷിക്കണേന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചില്ല. അദ്ദേഹം വിചാരിച്ചു അങ്ങനെയെങ്കിലും ശരീരം രക്ഷിക്കാമെന്നുള്ളത്. എന്നാൽ ഭദ്രകാളി അവിടെ പ്രത്യക്ഷപ്പെട്ട ആ കേരളത്തിന്റെ പുറാണൊക്കെ വാങ്ങിച്ചിട്ട് ആദ്യം അതിനെ വെട്ടി ചോര കുടിച്ചു. പിന്നെ കുറപ്പേരെയൊക്കെ വെട്ടി പിന്നെ തല എടുത്തിട്ട് ചിരക്കന്തുകലീലയാ ശേഷികൾ അതാ കണ്ടുപിടിച്ചത്. നല്ലോണം രസമായിട്ടൊരു പന്തുകളി, വനിതകളുടെ ഒരു പന്തുകളി, ചിരക്കന്തുകളിലയ ഏവമേവ ഖലു മഹദഭിചാരാതിക്രമ. ഇങ്ങനെയാണ് രാജാവെ, മഹാന്മാരെ നമ്മളെ അതിക്രമം കാണിച്ചാൽ അതിൻ്റെ അതേ രീതിയിൽ തിരിച്ചു ഭരിക്കും. എന്നത് വിഷ്ണുദത്താ മഹദത്ഭുതം ഇത് സംഭ്രമ. ആ സമയത്ത് പോലെ അദ്ദേഹത്തിന് ഒരു കുലിക്കവും ഉണ്ടായിരുന്നത് പരമഹംസാവസ്ഥ എന്ന് പറഞ്ഞില്ലേ, സത്യമായതിനെ കൊല്ലാൻ പറ്റില്ല, എന്നെ വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. കടലഭൂമിയിൽ വന്നപ്പോൾ ഒരു സന്യാസിയെ കണ്ടു, അദ്ദേഹത്തിനെ ബഹുമാനിച്ചില്ല. അലക്സാണ്ടർ വാളെടുത്തു. അപ്പൊ ഇയാൾ പൊട്ടിച്ചിരിച്ചു, കൊല്ലാൻ വരുമ്പോൾ ചിരിക്കി, എന്നെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു, എനിക്ക് മരണമില്ല. ഇത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് വിഷ്ണുദത്തനായിരിക്കുന്ന പരീക്ഷത്തെ അങ്ങേക്കുണ്ടായിരുന്ന അനുഭവം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാക്ഷാൽ ഭഗവതാനും അപ്രമത്തേന വൈസ്തൈർഭാവി പരിരക്ഷ്യമാണ്. ഓരോരോ രീതിയിൽ വന്നിട്ട് ഭഗവാൻ രക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഭാഗവതപരമഹംസാനം പിന്നെ അവസാനിച്ചു. ഭദ്രകാളി മറ്റു സമയങ്ങളിൽ 11 സമയമൊക്കെ നിന്നു ഉണ്ടായിരിക്കും പറയുന്നത്. ആ ശ്രീകോവിലേക്ക് തന്നെ മറിഞ്ഞുപോയി. കുറെ കഴിഞ്ഞ് പലതിനും ആളുകളൊക്കെ ചത്തു, പ്രധാനികളൊക്കെ മരിച്ചുപോയി. പലതിനും ഇവിടെ അന്ന് അവിടെ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇപ്പൊ അമ്മയുടെ ആശ്രമത്തിലിരിക്കുന്നത്. രംഗപ്രവേശത്തോടുകൂടി നമ്മുടെ സപ്താഹം കൊണ്ടും കിട്ടുന്നതായ ഫലങ്ങളെല്ലാം തിട്ടം നിന്നാമജപത്താൽ കഴിയുകെ കിട്ടുന്നതല്ലോ ശ്രീരാമകൃഷ്ണ. അതുകൊണ്ടാണ് കാളിയുടെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ